പത്രമാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയ, ആകാശവാണി, ദൂരദർശൻ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി ആവിഷ്കരിച്ച 23 പരിഷ്കാരങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. ഓരോ ബൂത്തിലും പരമാവധി വോട്ടർമാരുടെ എണ്ണം 1500-ൽ നിന്നും 1200-ആയി കുറയ്ക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രവേശന കവാടത്തിൽ നിന്ന് 100 മീറ്റർ അകലെ മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്തുകൾ ക്രമീകരിക്കാം. ഇത്തരം ബൂത്തുകളുടെ ദൂരപരിധി നേരത്തെ 200 മീറ്ററായിരുന്നു. രാജ്യമാകെ നടപ്പാക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായാണിത്. വോട്ടർമാരുടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ ടോക്കൺ വാങ്ങി പ്രത്യേക സൌകര്യമൊരുക്കുന്നതിന് ദേശീയ തലത്തിൽ ആരംഭിക്കുന്ന സൌകര്യം നിലമ്പൂരിലും ഒരുക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനും തെരഞ്ഞെടുപ്പ് ദിനത്തിലെ പോളിംഗ് നടപടികളുടെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും മനസ്സിലാക്കാനും മാധ്യമപ്രവർത്തകർക്ക് മാത്രമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിക്കും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 500ഓളം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ജൂലൈ 7-ന് ഡൽഹിയിലാണ് പരിപാടി. ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉൾപ്പെടുന്ന തരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രവർത്തനം, വോട്ടെണ്ണൽ എന്നിവയിൽ മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്ന തരത്തിൽ പരിശീലനം നൽകുമെന്നും രത്തൻ യു കേൽക്കർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.